കരിമീനാണ് വെച്ച് കൊടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത്. നമുക്കിന്നൊരു വെറൈറ്റി കരിമീൻ പൊള്ളിച്ചുണ്ടാക്കാം. കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കരിമീൻ വറുത്ത് മീനൊക്കെ വറുത്ത് തന്നെയാണ് പിന്നെ മസാലയിൽ വെച്ച് പൊള്ളിക്കുന്നത്. നമ്മൾ ആദ്യം മസാല അടിച്ചിട്ട് ആ മീൻ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവുമ്പോൾ നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോടാം. ഇത് നമ്മുടെ കരിമീൻ ഇവിടെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി നാരങ്ങ നീരുണ്ട, വേറൊന്നും ചേർക്കണില്ല. ഇത് വരട്ടി ഇവിടെ വെക്കേണ്ട. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ വറക്കണില്ല, വറക്കാണ്ട് പൊള്ളിക്കാൻ പോണത്. കുറച്ച് പുളിയും കൂടി എടുത്തിട്ടുള്ളതിലിട്ട് കഴിഞ്ഞാൽ ഗ്രേവി അടിക്കുമ്പോൾ പുളി കൂടെ ഒഴിക്കാനുള്ളതായിട്ടാണ്. അപ്പോൾ കഴിച്ച് നമുക്കിനി സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ തക്കാളി, സവാള, ചെറിയുള്ളി കൂടുതൽ എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നന്നാക്കാനുള്ള മടിയായിട്ട് കുറച്ച് എടുത്തുള്ളൂ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വെച്ചെടുക്കാം. അതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല അടിക്കാം. വാ, നമ്മൾ ഒരു സിമ്പിൾ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ പൊള്ളിക്കാനായിട്ട് കരിമീൻ തന്നെ വേണമെന്നില്ല, ചാളയും മയിലൊക്കെ പൊള്ളിക്കാൻ ബെസ്റ്റാണ്ടാ. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ഓയിൽ ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം സവാളയും ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ മാറുന്നൊരു വഴറ്റുക. അപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള വാഴയിലേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേനും അതിലേക്ക് ചെറുതായിട്ട് തക്കാളി ഇട്ടെടുത്ത് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി വരുമ്പോഴത്തേനും മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേനും ഈ ഒരു പാകമാകുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി പരിവാക്കിയിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരിവുണ്ടാകും. അപ്പോൾ നമ്മൾ ആ പുളിയും ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക, പുളിയൊക്കെ സെറ്റ് ചെയ്യുക. ഇനി നമുക്കത് കഴിഞ്ഞിട്ട് വാഴയിലേക്ക് ഈ ഗ്രേവി അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കരിമീൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കരിമീൻ നമ്മൾ വറക്കണില്ല, അത് ഈ ഒരു ഇതിൽ തന്നെ അവിടെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇടും. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി വെച്ചെടുത്തിട്ട് ബാക്കി ഗ്രേവിയും കൂടി അങ്ങനെ വെച്ചിട്ട് നമുക്കത് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൊട്ടാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. വാഴ വാട്ടിയിട്ടൊക്കെ പൊതിയുമ്പോൾ എന്ന് പറഞ്ഞാൽ കീറാണ്ടാക്കി കിട്ടും. അതിൻ്റെ കെട്ടണ തണ്ടും കൂടി അങ്ങോട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അങ്ങോട്ട് കെട്ടാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ പൊട്ടിപ്പോണ്ടൊക്കെ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പാനിലാണ് ഇപ്പോൾ ഒരെണ്ണം വെക്കണത്. നമ്മൾ വേറെ അടുപ്പത്ത് വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പാനുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് പൊള്ളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം, എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ആ ബട്ടറിൻ്റെയും പുള്ളിയുടെയൊക്കെ മണം അവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം അവിടെ വരുന്നുണ്ട്. വാഴയില തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണോട് അടിച്ചത്. ആ ബട്ടർ മെൽറ്റായിട്ടും പിന്നെ ആ ഗ്രേവിയുടെ നല്ല പുള്ളിയായിരുന്നു ഇട്ടത്. പുള്ളിയുടെയൊക്കെ മണങ്ങൾ അടിച്ച് കയറി വന്ന് അത് നോക്കിയ ഗൈസ്. ആ ബട്ടറിൽ തന്നെ ഗ്രേവി ഒന്നുകൂടി ഒന്ന് മെൽറ്റായിട്ട് കരിമീൻ അധികം ഫ്രൈ ആയിട്ടില്ല, എന്നാലോട്ട് വേവാണ്ടല്ല കിട്ടിയേക്കണത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊള്ളിക്കുമ്പോൾ. മറ്റേന്ന് പറഞ്ഞാൽ അതിന് മീനിൻ്റെ മാംസമൊക്കെ ഇത്തിരി ഹാർഡായിട്ടിരിക്കും. ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നില്ല, സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. വേണ്ട ആ ഒരു വെള്ള കളറുണ്ട്. അതിൻ്റെ അറിയാം മീൻ എന്തോരം വെന്തരമുണ്ടെന്നും എന്തോരം സോഫ്റ്റ് ആണെന്നും. നമുക്ക് മീനിൻ്റെ മുള്ളൊക്കെ വെറുതെ ഇങ്ങനെ അടർത്തിരിക്കേണ്ടത് മീന്ന് അതുപോലത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് മീൻ കിട്ടിയേക്കണത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ആ പുളിയും ഉപ്പും. ശരിക്കും മീൻ കറിക്ക് ഉപ്പും പുളിയും വരുവാണ് വേണ്ടത്. പക്ഷേ ആ ബട്ടറും കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പില്ലേ ഒരു നല്ല നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞോളൊരു അവസ്ഥയായിരുന്നു. അടിപൊളിയാണ് നമുക്ക് കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇങ്ങനെ മീൻ പൊള്ളിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. മീൻ വറുത്ത് വെക്കാണ്ട് മീൻ പൊള്ളിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് ഇടും. നമുക്ക് മീൻ വേവില്ല എന്നുള്ളൊരു പേടി നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് വേവണ ഇറച്ചിയാണ്. ഒരു 3-4 മിനിറ്റൊക്കെ ചൂടിട്ടി കഴിഞ്ഞാൽ തന്നെ മീനൊക്കെ വേവട്ടോ. മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടോ? അതെ, പൊറോട്ട. ഇത് ഒരു കഷ്ണം മീൻ ഈ ഗ്രേവി കൂടി മുക്കിയിട്ടില്ലേ, ഓക്കെ.
വായ വിളിക്കാൻ പറ്റില്ല. നമ്മുടെ താടിയിലേ ചെറിയൊരു സീനുണ്ടായിരുന്നു, അതൊന്ന് മാറി വരുന്നുള്ളൂ. അപ്പോൾ വായ തുറക്കാനും ചവക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഈ പ്രശ്നം. അന്നേരം കറക്റ്റ് അഭിപ്രായം പറയാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ഒരു പൊറോട്ട അടുക്കി കയറിയിട്ട് ആ ഗ്രേവിയും അതിൽ നിന്നൊരു കഷ്ണം മീനും അങ്ങോട്ട് എടുത്തിട്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളിടാ, സൂപ്പർ സാധനം. ഏയ്സ് മീൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പുള്ളിക്കൂടെയോ അതിനേക്കാണ് സൂപ്പറാണ് ആ മീനിൻ്റെ കറക്റ്റ് ഫ്ലേവർ. ഒരു 5-10 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി കരിമീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. കരിമീൻ മാത്രമല്ല, ചാളയും മയിലൊക്കെ പുള്ളിക്കാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ വറുത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഇത്തിരി ഇറച്ചി ഇത്തിരി കട്ടി കൂടി പോവും. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ആ മീനിൻ്റെ കറക്റ്റ് ഫ്ലേവറൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ പത്തിരി പൊറോട്ടയൊക്കെ പൊള്ളിച്ചതിനൊപ്പം സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഗ്രേവി കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോ നമുക്ക് ഇനിയും വരാം. ഏയ് മുള്ളു പോകാനപ്പോൾ നോക്കി. ആഹാ